ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്നിപ്പോൾ MT5 പ്ലാറ്റ്ഫോമിലാണുള്ളത്. MT5 മാർക്കറ്റ് പ്ലേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡിംഗ് ബോട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ എക്സ്പേർട്ട് അഡ്വൈസറായ ഡാർക്ക് വീനസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡാർക്ക് വീനസിൻ്റെ ഒരു പ്രൊമോഷൻ ഒന്നുമല്ല, ഇത് എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡിംഗ് ബോട്ട് ആവേണ്ടതെന്നൊരു ഉദാഹരണത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഡാർക്ക് വീനസ് എടുത്ത് ട്രേഡിങ്ങിന് ഉപയോഗിക്കാനൊന്നും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡാർക്ക് വീനസ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അവസാനം ഒരു ബാക്ക് ടെസ്റ്റും ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം MT5 മാർക്കറ്റ് പ്ലേസിൽ പോയി. ഇതാണ് മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് ഉണ്ട്. നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് മോസ്റ്റ് റേറ്റഡ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെർട്ട് അഡ്വൈസേഴ്സാണ്. നമുക്കിതിൽ ഫ്രീ സെലക്ട് ചെയ്യാം. ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇതാണ് ഡാർക്ക് വീനസ് എന്ന് പറയുന്ന എക്സ്പെർട്ട് അഡ്വൈസർ. നമ്മളത് നോക്കാം എന്താണ് സംഭവം എന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തുറന്നു വന്നിട്ടുണ്ട്. ഇത് ഒരു സ്കാൽപ്പിംഗ് ട്രേഡിംഗ് ബോട്ട് എന്നാണ് ഇവർ പറയുന്നത്. ഹൈ ഓപ്പറേഷണൽ ഫ്രീക്വൻസി ഉള്ള ബൊളിഞ്ചർ ബാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി. ബൊളിഞ്ചർ ബാൻഡ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ട്രേഡിംഗ് വ്യൂവിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ബൊളിഞ്ചർ ബാൻഡ്. ഇതാണത്. ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ ഭയങ്കരമാണ്. 4.7 റേറ്റിംഗ് ഉണ്ട്. യൂറോ USD, GBP USD, AUD USD, USD CAD തുടങ്ങിയ കറൻസി പെയറുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്കി പാരാമീറ്റേഴ്സും സെറ്റിങ്സും ട്രേഡിംഗ് ഡേയ്സും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു ലൈവ് ഡെമോ ആണ്, എങ്ങനെയാണ് ഇത് ലൈവ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഇക്വിറ്റി കർവിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് നോക്കാം. ഇത് ഇക്വിറ്റി കർവ് ഒക്കെ കാണാൻ നല്ല ഗ്രാജുവലി ഗ്രോയിങ് ആണ്. ഇത്തരത്തിലുള്ള ഒരു ഇക്വിറ്റി കർവ് ഉള്ള എക്സ്പെർട്ട് അഡ്വൈസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇതിൻ്റെ ബേസ് പ്രിൻസിപ്പിൾ എന്ന്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഞാനല്ലാതെ ഇത് യൂസ് ചെയ്ത് നോക്കി ഇതിൻ്റെ ബിഹേവിയറൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ എക്സ്പെർട്ട് അഡ്വൈസർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ എക്സ്പെർട്ട് അഡ്വൈസർ അപ്ലൈ ചെയ്ത ഒരു ചാർട്ടായിരുന്നു. ഈ കാണുന്നത് ബൊളിഞ്ചർ ബാൻഡ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മാർട്ടിംഗേൽ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു പൊസിഷൻ എടുത്തിട്ട് അത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പോകുമ്പോൾ സെയിം ഡയറക്ഷനിലേക്കുള്ള പൊസിഷൻക്ക് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നത്. നമ്മളൊരു ഗ്രിഡ് സിസ്റ്റത്തിനെയും മാർട്ടിംഗേൽ സിസ്റ്റത്തിനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബൊളിഞ്ചർ ബാൻഡും ആദ്യം പറഞ്ഞ മാർട്ടിംഗേൽ സിസ്റ്റത്തിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്നത് ഈ ഒരു സിസ്റ്റം എടുത്തിരിക്കുന്ന ഒരു സീരീസ് ഓഫ് ട്രേഡുകളാണ്. അതായത് ഒറ്റ ലോജിക്കിൽ തന്നെ എടുത്ത് ക്ലോസ് ചെയ്തിട്ടുള്ള ട്രേഡുകളാണ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ബൊളിഞ്ചർ ബാൻഡിന് അടിയിൽ ക്യാൻഡിൽ ക്ലോസ് വന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ബൊളിഞ്ചർ ബാൻഡിന് ഉള്ളിലേക്കൊരു ക്ലോസ് തരുമ്പോൾ, അതായത് ബൊളിഞ്ചർ ബാൻഡ് ലോവർ ലൈൻ ഉണ്ടല്ലോ, അതിന് താഴെ നിന്ന് മേളിലേക്ക് റിജക്ട് ചെയ്യുമ്പോൾ അത് ലോങ് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നിന്നൊക്കെ ബൊളിഞ്ചർ ബാൻഡിൽ നിന്ന് അടിയിൽ പ്രൈസ് പോയി തിരിച്ച് മോളിൽ ക്ലോസ് വന്നു. പിന്നെ ഒരു 2 ക്യാൻഡിൽ അപ്പ് സൈഡിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ ട്രേഡ് എൻ്റർ ചെയ്തു, ഇവിടെ ആദ്യത്തെ ട്രേഡ് എൻ്റർ ചെയ്തു, പക്ഷേ അത് വീണ്ടും താഴേക്ക് വന്നു. ഇവിടെ വീണ്ടും ഇപ്പോൾ ഈ ഒരു കൺസിഡർ ചെയ്യുന്നത് ഇത് ഇവിടുന്ന് വീണ്ടും റിവേഴ്സലായി ഈ ഒരു ലൈനിലേക്കൊക്കെ വരുന്നതാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ലോങ് ചെയ്തു, പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് പോയി ഇവിടുന്ന് വീണ്ടും അടുത്ത പൊസിഷൻ ആഡ് ചെയ്തു. പ്രോബബ്ലി ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആയിരിക്കും. വീണ്ടും പക്ഷേ ഇത് ഉദ്ദേശിച്ച രീതിയിൽ മാർക്കറ്റ് പോയില്ല. ഫൈനലി ഓരോ ക്യാൻഡിലും ഇന്ന് ആഡ് ചെയ്ത് വരുന്നു. ഇതെല്ലാ തവണയും ഈ ലോജിക്ക് ഇങ്ങനെ തന്നെയാണ്. അതായത് ബൊളിഞ്ചർ ബാൻഡിൽ നിന്ന് ആദ്യം റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് അടുത്തത് ആഡ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ വന്ന് ലാസ്റ്റ് ഈ ഒരു പൊസിഷൻ, ഇത് ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും. ഈ ഒരു പൊസിഷനാണ് ഇവിടുന്ന് എല്ലാം കൂടി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന ലാസ്റ്റത്തെ ഒരു 4-5 പൊസിഷൻസ് പ്രോഫിറ്റിലാണുള്ളത്. ഒബിയസ്ലി ഇത് എല്ലാം ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അതായത് മൾട്ടിപ്ലൈ ചെയ്താണ് വരുന്നത്. മാർട്ടിംഗേലും ബൊളിഞ്ചർ ബാൻഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. മാർട്ടിംഗേലിൽ അങ്ങനെയാണ് വരുന്നത്. ഇതൊരു റിക്കവറി സിസ്റ്റം എന്ന് അവർ പറയുന്നുണ്ട്. ഒരുവിധം എല്ലാ റിക്കവറി സിസ്റ്റംസും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്ന പൊസിഷൻ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഒരു 4-5 പൊസിഷൻസ് പ്രോഫിറ്റിൽ വന്നു. മോസ്റ്റ് പ്രോബബ്ലി ഇവിടുത്തെ ചെറിയ പൊസിഷൻസിനെ ഒക്കെ റിക്കവർ ചെയ്യാനുള്ള അത്ര ക്വാണ്ടിറ്റി ഇതിനകത്ത് ഉണ്ടായിരുന്നിരിക്കണം. ഇവിടെ വന്ന് ഇത് ക്ലോസ് ചെയ്തു. അങ്ങനെയാണ് ഓരോ സീരീസും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2-3 എൻട്രിക്ക് ശേഷം ഇത് തിരിച്ച് ഇത് ഡയറക്ഷനിൽ പോയിരുന്നെങ്കിൽ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന്. ഇത്ര അധികം എൻട്രി ചെയ്യില്ല. എക്സാമ്പിൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഇവിടുന്ന് ഒരു ലോങ് എൻട്രി എടുത്തു, ഇവിടെ എക്സിറ്റ് ചെയ്തു. അതായത് ലോവർ ബാൻഡിൽ നിന്ന് എടുത്തു, മിഡിൽ ബാൻഡിൽ എക്സിറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ ഷോർട്ട് ചെയ്തു, ഇവിടെ ലോങ് ചെയ്തു. 3-4 പൊസിഷൻസ് ആയപ്പോഴത്തേക്ക് ഓവറോൾ പൊസിഷൻസ് പ്രോഫിറ്റിൽ വന്ന് എക്സിറ്റ് ചെയ്തു. ഇവിടെ അങ്ങനെ തന്നെ. ഈ ഒരു മെത്തേഡാണ് ഇത് ഫോളോ ചെയ്ത് വരുന്നത്. ഇതിന് 1000-ലധികം റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകളും 5 സ്റ്റാർ റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇത് നമ്മളുടെ
റിയൽ മണി ലൈവ് അക്കൗണ്ടിൽ ഡിപ്ലോയ് ചെയ്യാൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതിന് കാരണം ഞാനിത് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഒരു മാർട്ടിംഗൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഹൈലി റിസ്ക്കിയാണ്. മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരാത്ത ഒരവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ആ പൊസിഷൻ ഓപ്പൺ ആക്കി തന്നെ വയ്ക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അത് ചെറിയ അക്കൗണ്ടുകളൊക്കെ 1-2 മണിക്കൂറിൽ തന്നെ ബ്ലോ അപ്പ് ചെയ്യും. നമുക്കിതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന്. ഇവർ പറയുന്നതനുസരിച്ച് നമുക്ക് യൂറോ USDയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് യൂറോ USDയിലേക്ക് പോകാനായിട്ട് മാർക്കറ്റ് വാച്ചിൽ പോയിട്ട് ഇതിനുള്ളിൽ നിന്ന് യൂറോ USD എടുക്കണം. ഇതാണ് യൂറോ USD. ഇത് 1 അവറിൻ്റെ ചാർട്ടാണുള്ളത്. നമുക്ക് ഒരു 1 മിനിറ്റിലേക്ക് ആക്കാം. നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ പോയിട്ട് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിലാണ് ഇത് കിടക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്തതാണ് ഓൾറെഡി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സിസ്റ്റത്തിലേക്ക് ഇത് വരും. നമ്മൾ ഡാർക്ക് വീനസ് എന്ന് പറയുന്ന സാധനം സെലക്ട് ചെയ്തു. ടൈം ഫ്രെയിം ആദ്യം നമുക്ക് 1 മിനിറ്റ് തുടങ്ങാം. 2-3 ടൈം ഫ്രെയിം നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ജൂലൈ 1, 2025 മുതൽ ഡിസംബർ വരെയുള്ള നോക്കാം. നമുക്ക് ഡിസംബർ എത്ര ഡേറ്റ്, ഡിസംബർ 15 വരെയുള്ള നോക്കാം. നമ്മൾ ബാക്കി ഇൻപുട്സ് ഒന്നും നോക്കുന്നില്ല. ഇത് ഡിഫോൾട്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട് ഇത് ഡിഫോൾട്ട് സെറ്റിങ്സ് ആണെന്ന് പറഞ്ഞ്. വേറെ സെറ്റിങ്സിലൊന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. സെറ്റിങ്സ് നോക്കുമ്പോൾ ഇതിൽ പല സാധനങ്ങളുണ്ട്. മാക്സിമം സ്പ്രെഡ്, മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് മാക്സിമം ഇതിനകത്ത് ലോട്ട്, സ്റ്റാർട്ടിംഗ് ലോട്ട് ഇത് എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൽ പല സാധനങ്ങളും ഉണ്ട്. അതിൽ റിസ്ക് കൺട്രോള്, മാക്സിമം ലോഡ് സൈസ് ലോഡ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് മറ്റേ ബോളിഞ്ചർ ബാൻഡ് മുമ്പ് പറഞ്ഞ പോലെ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ട്രേഡിംഗ് അവേഴ്സ് നമുക്കിതിൽ സെറ്റ് ചെയ്യാം. മാർക്കറ്റ് സെഷൻസ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും നല്ല മാർക്കറ്റ് സെഷനിൽ ഇത് ഡിപ്ലോയ് ചെയ്യാൻ പാകത്തിനൊക്കെ നമുക്കിത് മാനേജ് ചെയ്യാൻ ഉള്ള സെറ്റിങ്സ് ഉണ്ട് ഇതിൽ. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഡിഫോൾട്ടായിട്ടുള്ള തന്നെയാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബാക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വിറ്റി ഗ്രാഫ്. ഇക്വിറ്റി ഗ്രാഫ് കാണാൻ നല്ല രസമുണ്ട്. ലീനിയറായിട്ട് മേലേക്ക് പോകുന്ന ഒരു ഗ്രാഫ് തന്നെയാണിത്. നമ്മൾ തുടങ്ങിയത് $500. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്തേക്കുന്നതെന്ന്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് റിസൾട്ട്. ഇനീഷ്യൽ ഡെപ്പോസിറ്റ് $500 ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് -357 ആയിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. $1,500 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇവൻച്വലി ലോസിൽ പോയി. ഇത് എവിടെയാണത് സംഭവിച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ആദ്യം സംസാരിച്ചോളൂ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഒന്നുമില്ല. ഇത് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പിടിക്കുന്നു, അതിന് ഓപ്പോസിറ്റ് പോകുമ്പോൾ ഡബിൾ ചെയ്ത് ആവറേജ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന ബ്ലൂ ലൈനാണ് നമ്മുടെ ബാലൻസ്. ഈ താഴത്ത് കാണുന്ന ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇക്വിറ്റി, അതായത് ഫ്ലോട്ടിംഗ് P&Lൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇതിൽ ബാലൻസ് നോക്കുമ്പോൾ ഇത് ഗ്രാജുവലി മേലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് P&Lൻ്റെ ഈ ഒരു ഗ്രാഫ് അത്ര സ്റ്റേബിൾ അല്ല. തുടങ്ങിയത് 500-ലാണെങ്കിലും ഇവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ ഒരു $900,000 ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് നോക്കൂ, ഈ 500 ആദ്യം ഒരു 300 ലെവലിലേക്കൊക്കെ പോയി, എന്നിട്ടാണ് ഇത് റിക്കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഗ്രാജുവലി പോയിട്ട് ഈ ഒരു ഏരിയ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആകെപ്പാടെ കൊളാപ്സ് ആയി. ഇത് ഇവിടുന്ന് ഡൗൺ ആയിട്ട് $182 വരെയൊക്കെ പോയി. അതായത് എവിടുന്നാണ് 182 പോകുന്നതെന്ന് ആലോചിക്കണം. $1,500, $1,600 പ്രോഫിറ്റ് എന്നാണ് ഇത് ഡോഡൗണിലേക്ക് പോകുന്നത്. 180 ആ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നത്. അത് റിക്കവർ ആയിട്ടുണ്ട് വീണ്ടും. പക്ഷേ ഇതാണ് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് വേറെ ഒരു ടൈം ഫ്രെയിമിലും കൂടെ നമുക്ക് നോക്കി നോക്കാം. M1 ആയിരുന്നു, M5 ഇട്ടിട്ട് നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന്. വലിയ മാറ്റമൊന്നുമില്ല. M5 അതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇവിടെ പക്ഷേ ലോസ് കൂടുതലാണ്. 500 ഓവറോൾ മൊത്തം തന്നെ ബ്ലോപ്പ് ചെയ്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് നമ്മുടെ ഇതിൻ്റെ മാർക്കറ്റിലുണ്ട്, മാർക്കറ്റ് പ്ലേസിൽ അവൈലബിൾ ആണ്. ട്രൈ ഔട്ട് ചെയ്യേണ്ടവർക്ക് ഇതൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഇത് നമ്മളുടെ ലോജിക്ക് നമുക്ക് തന്നെ കോഡ് ചെയ്ത് ഇത്തരത്തിലൊരു എക്സ്പെർട്ട് അഡ്വൈസർ ആക്കി ഉണ്ടാക്കാം എന്നുള്ളൊരു സമയത്ത് നമ്മൾ ഇതൊന്നും പർച്ചേസ് ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു 1400-ൻ്റെ ഒരു എക്സ്പെർട്ട് അഡ്വൈസർ ഉണ്ട്, ക്വാണ്ടം ക്വീൻ എന്ന് പറഞ്ഞ്. നമുക്കതൊന്ന് നോക്കാം എന്താണ് ഇവർ പറയുന്നതെന്നൊക്കെ. ഭയങ്കര ക്ലെയിമൊക്കെയാണ് ചെയ്യുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു എക്സ്പെർട്ട് അഡ്വൈസറാണ്. 427 റിവ്യൂസ് ഉണ്ട്. അടിപൊളിയാണെന്നാണ് ഇവരിതൊക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതിന് ഇത്രയധികം രൂപയാണ്. സ്ക്രീൻഷോട്ട്സ് ഒക്കെ നോക്കുമ്പോൾ ഇതൊരു കുറച്ചുകൂടി ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കിറ്റി കർവാണ് കാണിക്കുന്നത്. അധികം ഡ്രോ ഡൗൺ ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇത്ര ക്യാഷ് കൊടുത്തിട്ട് ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ റിയൽ അക്കൗണ്ടിൽ ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ലോജിക്കുകൾ സ്വയം കോഡ് ചെയ്ത് എക്സ്പെർട്ട് അഡ്വൈസറൊക്കെ ഉണ്ടാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ക്ലാരിഫൈ ചെയ്ത് തരാം. നമുക്ക് നമ്മളുടെ ഡാർക്ക് വീനസ് എന്ന് പറയുന്ന എക്സ്പെർട്ട് അഡ്വൈസർ നമുക്ക് ഒന്ന് ലൈവ് മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്ത് നോക്കാം, അത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന്. ഇതാണ് കിടക്കുന്നത് മാർക്കറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ഡാർക്ക് വീനസ്. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത്. ഇത്തരത്തിലാണ് അതിൻ്റെ ഇൻ്റർഫേസ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഞാനത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഒരു സീരീസ് ട്രേഡെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 1 മിനിറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ എടുത്തേക്കാം. ഓക്കെ, കുറേ നേരം വെയിറ്റ് ചെയ്തു.
അത് പക്ഷേ ട്രേഡൊന്നും എടുക്കുന്നില്ല. മാർക്കറ്റ് ഒരു റേഞ്ചിലാണ്. ഇപ്പോൾ നമ്മൾ ലണ്ടൻ സെഷനും തുറന്നിട്ടില്ല, ഏഷ്യൻ സെഷനാണ് നടക്കുന്നത്. വലിയ വോളറ്റാലിറ്റി ഇല്ലാത്ത സമയമാണ്, അതുകൊണ്ടായിരിക്കും ട്രേഡ് എക്സിക്യൂട്ട് ആവാത്തത്. എനിവേസ്, ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ അധികം നീട്ടുന്നില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.